ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഏത് സീനാണോ കണ്ടത് അതേ സീൻ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹാരുവിൻ്റെ ആ ഒരു സിനിമ കണ്ടിട്ട് ജിന്നും ഹാരു മുമ്പ് അവർ ഒരുമിച്ച് മീറ്റ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹാരു എൻ്റെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ജിന്ന് നന്നായിട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണ്. ഹാരു അപ്പോൾ മറ്റൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ജിന്ന് പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹാരു അപ്പോൾ ഓക്കെ ഞാൻ റെഡിയാണ്. അല്ല നമ്മളെങ്ങനെ കല്യാണം കഴിക്കും, എപ്പോൾ കല്യാണം കഴിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഇവിടുത്തെ ലോയൊക്കെ ചേഞ്ച് ആയിട്ട് സെയിം ജെൻഡർ മാരേജ് എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, നമുക്ക് അപ്പം കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഹാരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യുകയാണ്. ആ സമയം ഹാരു ചോദിക്കുന്നുണ്ട് അഥവാ അങ്ങനെ ഒരു നിയമം തന്നെ നിലവിൽ വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കല്യാണം കഴിക്കുമെന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇവരിങ്ങനെ റിലേഷൻഷിപ്പിലായിട്ടിരിക്കുന്ന ടൈമിൽ ഇതുപോലെ ലോ ഒന്നും ചേഞ്ച് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹാരുവിന് ഇവനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. സോ ഹാരു പെട്ടെന്നൊരു ദിവസം അവൻ്റെ ബാഗ് പാക്ക് ചെയ്തിട്ട് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുമിച്ച് ഉണ്ടായിരുന്നത് തന്നെ എനിക്കിതിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ജിന്നെന്ന് പറഞ്ഞിട്ട് ഹാരുവോടെ ഇറങ്ങി പോകുന്നുണ്ട്. അത് പക്ഷേ ആക്ച്വലി ജിന്നയുടെ ഒരു സ്വപ്നമായിരുന്നു. ജിന്നങ്ങനെ അതും കണ്ടാണ് രാവിലെ തന്നെ ഞെട്ടി എഴുന്നേൽക്കുന്നത്. പിന്നെ അവൻ റെഡിയായിട്ട് വർക്കിന് പോകുന്നുണ്ട്. അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ടൈമിന് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ അവന് ഇൻവിറ്റേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടെ നിന്ന ആൾക്കാർ ജിന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ജിൻ നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലേ, കല്യാണം ഒന്നും കഴിക്കണ്ടേന്ന്. അവൻ ആ സമയം ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവനിപ്പോൾ കറൻറ്റ്ലി നമ്മുടെ ഹാരുവായിട്ട് റിലേഷനിലാണ് എന്നത് ആരുടെ പറഞ്ഞിട്ടില്ല. ജിൻ അതിനുശേഷം നേരെ റൂമിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മീനിന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ഫോൺ എടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വയ്ക്കും ഒക്കെ തന്നെ ഒരു ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഇവൻ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഹാരുവിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവനിപ്പോൾ ഒരു പുതിയ സിനിമയുടെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയേക്കാണ്. അവനാണത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാരുവിനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഹാരുവിൻ്റെ അടുത്ത് അല്ല നീ ബിസി അല്ലേ, എന്തോ പറ്റി പെട്ടെന്ന് വിളിച്ചത് എന്നിങ്ങനെ ജിന്ന് ചോദിക്കുമ്പോൾ ഹാരു ആണെങ്കിൽ അത് പിന്നെ ഇപ്പോൾ ചെറിയൊരു ബ്രേക്കായി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, നീ അവൻ ഒറ്റയ്ക്കായിരിക്കും എന്ന് കരുതി. ഞാനാണെങ്കിൽ ഇവിടെ വർക്കിന് വന്നതിന് ശേഷം നിന്നെ അധികം വിളിക്കാറില്ലല്ലോ, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ജിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ ഒറ്റയ്ക്കായിട്ടുള്ള ഫീലൊന്നും അധികം തോന്നുന്നില്ല. ഞാനിവിടെ നിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞു എന്ന് ഹാരു പറയുന്നുണ്ട്. നിൻ്റെ ആ സമയം നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാരു ആണെങ്കിൽ എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ അവിടെ സെറ്റിൽ ഒരാൾ വിളിക്കുന്നുണ്ട്, ഹാരു ഞാൻ പോവുകയാണ് ബൈ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നൈറ്റ് വരെ ഇരുന്ന് ജിന്നാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് അവൻ്റെ അമ്മ അവൻ അയച്ചൊരു മെസ്സേജ് അവൻ കാണുന്നത്. അതിൽ അതിൻ്റെ അമ്മയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ അവളോട് സംസാരിക്കുക, ഇനിയിപ്പോൾ കല്യാണത്തിനെക്കുറിച്ച് സീരിയസ് ആവേണ്ട ടൈമായെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യമൊന്നുമല്ല അവൻ്റെ അമ്മ പറയുന്നത്, പലതവണയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേക്കും അവൻ തിരിച്ച് അവൻ്റെ അമ്മയ്ക്ക് നിങ്ങളാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയില്ലേ, ആ നിങ്ങളാണോ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാനായിട്ട് പറയാൻ വരുന്നത് എന്നൊരു രീതിയിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ എന്തുകൊണ്ടത് അയക്കുന്നില്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് റിപ്ലൈ ഒന്നും കൊടുക്കാതിരിക്കുകയാണ്. പിന്നീട് അത് വർക്കൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ച് നടന്നു പോകുന്ന ടൈമിന് ഒരു കാറ് അവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഹോൺ അടിക്കുകയാണ്. ഫസ്റ്റ് കാണുമ്പോൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല, പിന്നീട് നോക്കുമ്പോഴാണ് അത് ഹാരു ആണെന്ന് മനസ്സിലാവുന്നത്. ഹാരു ഉത്തരപ്പെട്ടും തിരിച്ചു വന്നാൽ കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഓടി ചെന്നിട്ട് ഹാരുവിൻ്റെ അടുത്ത് അല്ല നീ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹാരു അപ്പോൾ അതിൻ്റെ വർക്ക് പെട്ടെന്ന് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹാരുവിനെ മറ്റൊന്നും പറയാൻ സമ്മതിക്കാതെ ജിൻ്റെ കാറിലേക്ക് കയറി ഇരുന്നിട്ട് ഹാരുവിനെ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് സോറി ഞാൻ ഇവിടെ വെച്ച് കിസ് ചെയ്തിട്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാരു എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിനക്ക് ഇവിടെ വെച്ച് കിസ് ചെയ്തതിൽ ആരെങ്കിലും കാണുമെന്ന് ഓർത്ത് പേടിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ടായാൽ പോലും നമ്മുടെ ജിന്നാണെങ്കിൽ ഹാരുവിനെ അവിടെ വെച്ച് തന്നെ വീണ്ടും ഒന്നുകൂടെ കിസ് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാനായിട്ട് ബാത്ത് ടബിൽ ഇരിക്കുകയാണ്. ആ സമയം ഹാരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജിന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല ജിന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ നിന്നെ കണ്ടിട്ട് നീ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അമ്മ വരെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ചുമ്പോൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ നീ ഓക്കെ അല്ലേ ജിന്നോട് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, പിന്നെ നിൻ്റെ അടുത്തും പലരും ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹാരു ആണെങ്കിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടം ഉള്ളപ്പോൾ കല്യാണം കഴിക്കും ഞാൻ തിരിച്ച് മറുപടി കൊടുക്കും, പിന്നെ അവരാരും ഒന്നും ചോദിക്കാൻ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പിന്നീട് കുളിച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ ഇൻറ്റിമേറ്റ് ആവുന്നുമുണ്ട്. അതിനുശേഷം അവർ ബെഡിൽ കിടക്കുന്ന ടൈമിന് ഹാരു ആണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് നമ്മൾ നാളെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവല്ലേ, ആ ടൈമിന് നമ്മൾ ഡേറ്റിംഗ് ആണെന്നുള്ള കാര്യം നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് ഒരു മറുപടി കൊടുക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ജിന്നാണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത് ഹാരു ഉണ്ടായിരുന്നില്ല. ആ സമയം പെട്ടെന്ന് അവൻ ടെൻഷനായിട്ട് ഹാരു എവിടെയാണെന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാരു ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ ജിന്ന് ഓടി ചെന്ന് ഹാരുവിനെ ഹഗ് ചെയ്തിട്ട്
ഇങ്ങനെ പറയാതെയൊന്നും പോയി കളയല്ലേ എന്ന് പറയുന്നുണ്ട്. ആരും അപ്പോൾ ഇവിടെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാൻ സാധനം വാങ്ങാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആരും ആണെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം ജിന്ന് അല്ല ഇപ്പം എന്ത് പറ്റി പെട്ടെന്ന് പാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനവിടെ സിനിമ ഷൂട്ടിങ്ങിന് പോയ സെറ്റിൽ അവിടെ അവർ കഴിക്കാനായിട്ട് പാൻ കേക്കാണ് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും അത് കഴിക്കുന്നുണ്ട്. ഒരുമിച്ച് റെഡിയായിട്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇവർ തമ്മിൽ ഫോൺ കോളിലായിരുന്ന ടൈമിന് ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് മറ്റാരല്ല, നമ്മുടെ ജോർജിൻ്റെയാണ്. ഹാരു പഠിച്ച കോളേജിൽ ജോർജിനൊരു ക്രഷായിട്ടുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടിയായിട്ട് തന്നെയാണ് കല്യാണം. അങ്ങനെ ഇപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ജോർജ് ഉണ്ട്, അവൻ്റെ ക്രഷായിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ ഇവിടെ മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ കെൻറ്റോ ഉണ്ട്, പിന്നെ നമ്മുടെ ജിന്നും ഹാരുവാണുള്ളത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ കെൻറ്റോ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ശരിക്കും കല്യാണം വരെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാന്ന്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴത്തേക്കും അടുത്ത സംസാര വിഷയമാവുന്നത് ഹാരുവാണ്. അങ്ങനെ ജോർജും കെൻറ്റോ ഒക്കെ പറയുന്നുണ്ട്, സ്കൂൾ ടൈമിൽ അവൻ ഭയങ്കര വില്ലനായിരുന്നു, അവൻ ഇത്രയും നല്ലൊരു ചെക്കനാവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലാന്ന്. ആ സമയം അവിടെ മറ്റു ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഹാരു ശരിക്കും അത്രയ്ക്ക് പ്രശ്നക്കാരനായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലാന്ന്. അതേട്ടെ അതിന് ഹാരു പറയുന്നുണ്ട്, അത് പിന്നെ ഞാനാണെങ്കിൽ നിങ്ങളുമായിട്ട് പണ്ടേ ഫ്രണ്ട്സ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ജോർജ് അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഹാരു അപ്പോൾ അത് പിന്നെ ആ സമയം തൊട്ടേ എനിക്ക് ജിന്നിൻ്റെ അടുത്ത് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട്സ് കേൾക്കുമ്പോഴത്തേക്കും ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വഷളാവുമെന്ന് മനസ്സിലായിട്ട് ജിന്നാണെങ്കിൽ നീ ചുമ്മാ കളിക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹാരുവും പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചത് ജിന്ന് ഭയങ്കര സ്മാർട്ടായിരുന്നില്ലേ, അപ്പോൾ അവനെപ്പോലെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജോർജ് ആണെങ്കിൽ നീ അതായിരുന്നു ഉദ്ദേശിച്ചത്, ഞാൻ ഒരു സെക്കൻഡ് പേടിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ബായ് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോകുന്ന ടൈമിന് ആര് ചോദിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ നമ്മുടെ ആരും പറഞ്ഞതില്ല, നിനക്ക് ദേഷ്യം ഉണ്ടോയെന്ന്. ആ സമയം ജിന്ന് ദേഷ്യമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, നമ്മളിനിപ്പോൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരവരെ കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ സമയം ഹാരു പിന്നെ നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ജോർജിനെയും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെയും കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യം ആരെടുത്ത് പറയാനാ, ആര് കൺഗ്രാജുലേറ്റ് ചെയ്യാനാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആരുവാണെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാവരെയും അറിയിച്ചിട്ട് നിന്നെ കല്യാണം കഴിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നെ പറയാനായിട്ട് എളുപ്പമാണ്, പക്ഷേ റിയാലിറ്റിയിൽ എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ് ഉറപ്പ്, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതിന് പറ്റൂല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആരുവാണെങ്കിൽ എങ്കിൽ ശരി നമുക്കൊന്ന് കറങ്ങാനായിട്ട് പോകാം, നിനക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ എനിക്ക് കടൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും അവരവിടെ എത്തുന്നുണ്ട്. അവരങ്ങനെ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് അവരാണെങ്കിൽ കടൽ കാണത്തക്ക രീതിയിൽ തന്നെ ഒരിടത്ത് ചെന്നിരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ പോകുന്ന വഴിക്ക് ഈ കമ്പിത്തിരി സംഭവമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നൈറ്റ് അവരതൊക്കെ കത്തിക്കുന്നുണ്ട്. എന്നിട്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ ഒരു ടൈമിന് ഹാരു പറയുന്നുണ്ട്, ഓരോ ദിവസവും സിനിമയുടെ ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന ടൈമിന് ഞാൻ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പോകുമായിരുന്നു. ആ ടൈമിന് ഒരു ദിവസം ഞാനാണെങ്കിൽ ഷൂട്ടിംഗ് സെറ്റിൻ്റെ അവിടെയുള്ള ഒരു ബീച്ചിൻ്റെ അവിടെ ചെന്നിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. അന്ന് ആകാശത്ത് നോക്കിയപ്പോഴത്തേക്കും ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ചെറിയ പേടിയും തോന്നി. പക്ഷേ അവിടെ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കും പതിയെ പതിയെ വെളിച്ചമൊക്കെ വരാൻ തുടങ്ങി, സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നിന്നെയാണ് ഓർമ്മ വന്നത്. എനിക്ക് അതിലൂടെ അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എനിക്കിതിനെ എന്തുമാത്രം ഇഷ്ടമാണെന്നും ഞാൻ നീയോട്ട് ശരിക്കും ഇഷ്ടത്തിലായിപ്പോയെന്നും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നീ അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്, കാരണം എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ജിന്നി ഇമോഷണൽ ആവുന്നുമുണ്ട്. ഹാരുവിൻ്റെ അടുത്ത് ഒരു താങ്ക് യു എന്ന് പറയുന്നുമുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും അന്ന് രാത്രി കാറിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ജിന്ന് എഴുന്നേൽക്കുമ്പോൾ ഹാരു ആണെങ്കിൽ കാറിലുണ്ടായിരുന്നില്ല. അങ്ങനെ ജിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഹാരു ആണെങ്കിൽ സൺറൈസ് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ജിന്ന് ഹാരുവിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും കുറച്ച് നേരം സൺറൈസ് കാണുന്നുണ്ട്. അതിനുശേഷം ഹാരു ആണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് വാ നമുക്ക് പോയി വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ബീച്ചിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എൻ്റയർ സീരീസ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കിത് ആക്ച്വലി നല്ലതുപോലെ ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാനും ഞാൻ തീരുമാനിച്ചത്. സോ ഈ സീരീസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എന്താണ് അഭിപ്രായം, എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.